കർക്കിടക മഴയുടെ അവശേഷിപ്പെന്നോണം മേൽക്കൂരയിലെ ഓടുകളിൽ നിന്ന് തുള്ളി വെള്ളം മണ്ണിലേക്ക് വീണുടയുന്ന ശബ്ദം മാത്രം. വീടിനുള്ളിൽ കനത്ത നിശബ്ദതയാണ്. ചുമരിലെ പഴയ ക്ലോക്കിൽ സെക്കൻഡ് സൂചി അനങ്ങുന്ന ശബ്ദം പോലും വ്യക്തമായി കേൾക്കാം. മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന കുറേ മെഡിക്കൽ ബില്ലുകളിലേക്കും ഇളയ അനിയൻ അപ്പുവിൻ്റെ 10ാം ക്ലാസ്സിലെ ഫീസ് അടയ്ക്കാനുള്ള നോട്ടീസിലേക്കും നോക്കി ആമ്പലിൻ്റെ അച്ഛൻ മാധവൻ മാസ്റ്റർ തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഹൃദ്രോഗിയായ അദ്ദേഹത്തിൻ്റെ ശ്വാസമെടുപ്പ് പോലും കനത്തതാണ്. അടുക്കളയിൽ നിന്ന് അമ്മ സാവിത്രി ചായ ഗ്ലാസുമായി ഉമ്മറത്തേക്ക് വന്നു. അവരുടെ മുഖത്ത് ദാരിദ്ര്യം വരുത്തിവെച്ച ആദി വ്യക്തമായിരുന്നു. മാഷേ, അപ്പുവിൻ്റെ സ്കൂളിൽ നിന്ന് ഇന്ന് ഹെഡ് മാസ്റ്റർ വിളിച്ചിരുന്നു. ഈ ആഴ്ചയും ഫീസ് അടച്ചില്ലെങ്കിൽ. സാവിത്രി വാക്കുകൾ പൂർത്തിയാക്കാതെ നിർത്തി. പബ്ലിക് എക്സാം കഴിഞ്ഞു നിൽക്കുന്ന അപ്പു ഉമ്മറത്തിരുന്ന് പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ അച്ഛൻ്റെ സങ്കടത്തിലാണ്. മാധവൻ മാസ്റ്റർ ദീർഘമായി ഒന്ന് നെടുവീർപ്പിട്ടു. എൻ്റെ പെൻഷൻ തുക മുഴുവൻ ഈ ഗുളികൾക്ക് തന്നെ തികയുന്നില്ല സാവിത്രി. ആമ്പലിന് ഒരു ജോലി, അതൊന്ന് ശരിയായാൽ മാത്രം മതിയായിരുന്നു നമുക്ക് ഈ കടത്തിൽ നിന്ന് കരകയറാൻ. റൂമിലിരുന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു. ആമ്പലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. BSc ബിരുദം റാങ്കോടെ പാസ്സായിട്ടും ഒരു ജോലിയില്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ജനൽപ്പടിയിലൂടെ പുറത്തെ ഇരുളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കയ്യിലെ പഴയ മൊബൈൽ ഫോൺ നെഞ്ചോട് ചേർത്ത് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് ആ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് ആമ്പലിൻ്റെ മുഖത്ത് നേരിയൊരു പുഞ്ചിരി വിരിഞ്ഞു. നേഹ. കോളേജിൽ ഒന്നിച്ചു പഠിച്ച ഇപ്പോൾ നഗരത്തിലെ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന നേഹ. ഹലോ ആമ്പലേ. നേഹയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത ആവേശമായിരുന്നു. പറയൂ നേഹ, സുഖാണോ? എടി, നിനക്കൊരു കിടിലം വാർത്തയുണ്ട്. ഞങ്ങളുടെ മാതൃകാ കമ്പനിയായ ക്രിസ്റ്റൻ ഇൻഫോടെക് CEO-യുടെ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഒരാളെ നോക്കുന്നുണ്ട്. നല്ല ശമ്പളമാണ്. ഞാൻ നിന്റെ റെസ്യൂമെ അവിടെ കാണിച്ചു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നാളെ രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ റോയൽ പാലസ് ഹോട്ടലിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. CEO അവിടെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വരുന്നുണ്ട്. നീ ഒട്ടും വൈകരുത്. നാളെ രാവിലെ തന്നെ വണ്ടി കയറിക്കോ. ആമ്പലിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. നേഹ, സത്യമാണോ ഈ പറയുന്നത്? എനിക്ക് ഭയമാകുന്നുണ്ട്. ഇടി പൊട്ടി, നിന്റെ കൂട്ടുകാരി ഞാനിവിടെ ഉള്ളപ്പോൾ നിനക്കെന്താ പേടി? നീ ധൈര്യമായി വാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഫോണ് കട്ട് ചെയ്യുമ്പോൾ നേഹയുടെ ചുണ്ടിൽ വിരിഞ്ഞത് ഒരു കൂട്ടുകാരിയുടെ സ്നേഹമായിരുന്നില്ല, മറിച്ച് ഇരയെ വലയിലാക്കിയ വേട്ടക്കാരൻ്റെ ക്രൂരമായ ഭാവമായിരുന്നു. കൊച്ചിയിലെ ആഡംബര ഫ്ലാറ്റ്. നഗരത്തിലെ ഏറ്റവും ആഡംബരമേറിയ ഒരു ഫ്ലാറ്റിൻ ലിവിംഗ് റൂം കയ്യിൽ വൈൻ ഗ്ലാസുമായി കസേരയിൽ ചാരിയിരിക്കുകയാണ് അഭിരാം. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. ഫോൺ സ്പീക്കറിലിട്ട് അയാൾ നേഹയോട് സംസാരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞതുപോലെ നടക്കോ നേഹ? ബദ്രിനാഥിനെ തകർക്കാൻ എനിക്ക് കിട്ടുന്ന അവസാനത്തെ അവസരമാണിത്. അഭിരാമിൻ്റെ ശബ്ദത്തിൽ കനത്ത ഗാംഭീര്യമുണ്ടായിരുന്നു. ഫോണിൻ്റെ മറുതലക്കിൽ നിന്ന് നേഹ ചിരിച്ചു. അഭിരാം, ആമിലൊരു പാവം ഗ്രാമീണ പെൺകുട്ടിയാണ്. അവളുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് മുതലെടുത്താണ് ഞാൻ അവളെ ഇങ്ങോട്ട് വരുത്തുന്നത്. അവൾ നാളെ കൃത്യസമയത്ത് ഹോട്ടലിലെത്തും. ബദ്രിനാഥ് താമസിക്കുന്ന അതേ റൂമിലേക്ക് ഞാൻ അവളെ എത്തിച്ചിരിക്കും. പിന്നെ വരാൻ പോകുന്ന പുയലുകൾ ബദ്രിനാഥിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കും, അത് ഉറപ്പാണ്. അഭിരാം വൈൻ ഗ്ലാസ് മേശപ്പുറത്തേക്ക് ശക്തിയായി വെച്ചു. ഗുഡ്. ബദ്രിനാഥ് ഗ്രൂപ്പിൻ്റെ ഷെയറുകൾ നാളത്തോടെ തകർന്നടിയണം. മാധ്യമങ്ങളെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാത്രിയോടെ ബദ്രിനാഥ് എന്ന അഹങ്കാരിയുടെ അന്ത്യം കുറിക്കപ്പെടും. ആമ്പലിൻ്റെ വീട്ടിൽ പെട്ടെന്ന് വലിയൊരു പ്രത്യാശയുടെ വെളിച്ചം വന്നതുപോലെയായിരുന്നു. മകൾക്ക് നഗരത്തിൽ വലിയൊരു ജോലി കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മാധവൻ മാസ്റ്ററുടെ മുഖത്തെ ക്ഷീണം എവിടെയോ മറഞ്ഞു. അമ്മ സാവിത്രി അവൾക്ക് യാത്രയിൽ കഴിക്കാൻ കുറച്ച് പലഹാരങ്ങൾ പൊതിഞ്ഞു നൽകി. ആമ്പൽ തൻ്റെ ഏക നല്ല ചുരിദാർ എടുത്ത് ഇസ്തിരിയിട്ട് വെച്ചു. മോളെ, നഗരമാണ്, സൂക്ഷിക്കണം. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. അച്ഛൻ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എനിക്ക് നേഹയുണ്ടല്ലോ അച്ഛാ, അവൾ എല്ലാത്തിനും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് വിഷമിക്കേണ്ട. ഈ ജോലി കിട്ടിയാൽ നമ്മുടെ കടങ്ങളൊക്കെ ഞാൻ തീർക്കും. അപ്പുവിനെ ഞാൻ നല്ല നിലയിൽ പഠിപ്പിക്കും. ആമ്പലിൻ്റെ കണ്ണുകളിലെ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെ തിളക്കമുണ്ടായിരുന്നു. എന്നാൽ നേരം പുലരുമ്പോൾ തനിക്കായി കാത്തിരിക്കുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ചതികുഴിയാണെന്ന് ആ പാവം പെൺകുട്ടി അറിഞ്ഞിരുന്നില്ല. ഇരുണ്ട രാത്രിയുടെ പശ്ചാത്തലത്തിൽ ദൂരെ എവിടെയോ ഒരു പേപ്പട്ടി ഓരിയിടുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അത് വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ സൂചന എന്നോണം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു.
ഒരു പുലർക്കാലം. നാദ് വില്ല ബംഗ്ലാവ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പച്ചപ്പിന് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഭീകരമായ ആഡംബര ബംഗ്ലാവ് നാദ് വില്ല. പുലർച്ചെയുടെ കോടമഞ്ഞിൽ ആ വീട് ഒരു കൊട്ടാരം പോലെ ദൃശ്യമാകുന്നു. വീടിൻ്റെ വിശാലമായ പൂമുഖത്ത് വില കൂടിയ കറുത്ത റേഞ്ച് റോവർ കാറ് കഴുകി വൃത്തിയാക്കുകയാണ് ഡ്രൈവർ രാഘവൻ. വീടിനുള്ളിൽ നിന്ന് മനോഹരമായ ഒരു കർണാടക സംഗീതം ഒഴുകി വരുന്നുണ്ട്. ബദ്രിനാഥിൻ്റെ അമ്മ ജയലക്ഷ്മി ഉമ്മറത്തെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ്. അത്രമേൽ ഐശ്വര്യവും ചിട്ടയുമുള്ള ഒരു അന്തരീക്ഷം. മേൽക്കൂരയിലെ വലിയ ജിമ്മിൽ നിന്ന് കനത്ത ശ്വാസത്തോടെ ബദ്രിനാഥ് പുറത്തേക്ക് വന്നു. വിയർപ്പിൽ കുതിർന്ന ടീഷർട്ടും കയ്യിലെ ബ്ലാക്ക് ഗ്ലൗസും അഴിച്ചു മാറ്റുമ്പോൾ അവൻ്റെ മുഖത്ത് കൽ തൂണുപോലുള്ള ഗാംഭീര്യമുണ്ടായിരുന്നു. കണിശക്കാരനായ ബിസിനസ്സുകാരൻ, വാക്കിലും നോക്കിലും അധികാരത്തിൻ്റെ പ്രൗഢി. മോനെ ബദ്രി. താഴെ നിന്ന് അമ്മയുടെ വിളി കേട്ട് അവൻ വേഗത്തിൽ പടികളിറങ്ങി വന്നു. എന്താ അമ്മേ, ഇത്ര രാവിലെ തന്നെ റെഡിയായോ? ബദ്രിനാഥ് അമ്മയുടെ തോളിൽ കൈ ചേർത്ത് ചോദിച്ചു. അവൻ്റെ ആ കർക്കശ മുഖം അലിയുന്നത് ഈ അമ്മയ്ക്ക് മുന്നിൽ മാത്രമാണ്. നീ ഇന്ന് കൊച്ചിക്ക് പോയല്ലേ? കോടികളുടെ ബിസിനസ് കരാറാണെന്ന് അറിഞ്ഞു. അമ്മയ്ക്ക് എന്തോ ഒരു പരിഭ്രമം. നിന്റെ വളർച്ചയിൽ അസൂയുള്ളവർ ഒരുപാടാണ് മോനെ. ജയലക്ഷ്മിയുടെ മുഖത്ത് ഒരു അമ്മയുടെ ആധി നിഴലിച്ചു. അപ്പോഴേക്കും ബദ്രിനാഥിൻ്റെ അനിയത്തി അഞ്ജലി അങ്ങോട്ട് ഓടി വന്നു. അയ്യോ അമ്മേ, ഈ ഏട്ടനെ തൊടാൻ കൊച്ചിയിലുള്ള ഏത് ബിസിനസ് ഗ്രൂപ്പിനാണ് ധൈര്യം? ബദ്രിനാഥ് ഗ്രൂപ്പ് എന്ന് കേട്ടാൽ തന്നെ എതിരാളികളുടെ നെഞ്ചിടിക്കും അല്ലേട്ടാ? അവൾ ബദ്രിയുടെ കവളിൽ നുള്ളി. ബദ്രിനാഥ് ചെറുതായി പുഞ്ചിരിച്ചു. അമ്മ പേടിക്കണ്ട, ഇന്ന് ഒപ്പിടാൻ പോകുന്ന ഡീല് നമ്മുടെ കമ്പനിയുടെ ചരിത്രം മാറ്റും. അഭിരാമിനെ പോലുള്ള ചില്ലറക്കാരെ പേടിച്ച് വീട്ടിലിരുന്ന ബിസിനസ് നടത്താൻ പറ്റില്ലല്ലോ. അവൻ്റെ കണ്ണുകളിൽ ആത്മവിശ്വാസം ജ്വലിച്ചു നിന്നു. കൊച്ചിയിലെ അഭിരാമിൻ്റെ ഓഫീസ്. നാദ് വില്ലയിലെ ശാന്തതയ്ക്ക് തികച്ചും വിപരീതമായിരുന്നു അഭിരാമിൻ്റെ ഓഫീസ് മുറി. സിഗരറ്റ് പുകയിൽ മുങ്ങിയ ആ റൂമിൽ വലിയൊരു LED സ്ക്രീനിൽ ബദ്രിനാഥിൻ്റെ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് അഭിരാം. അവൻ്റെ മുഖത്ത് കുതന്ത്രങ്ങൾ മെനയുന്ന ഒരു വില്ലൻ്റെ ക്രൂരതയുണ്ടായിരുന്നു. വാതിൽ തുറന്ന് നേഹ അകത്തേക്ക് പ്രവേശിച്ചു. അവളുടെ കയ്യിൽ ഒരു ചെറിയ ആഡംബര ബാഗ് ഉണ്ടായിരുന്നു. എല്ലാം റെഡിയാണോ നേഹ? അഭിരാം തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. പെർഫെക്റ്റ്. നേഹ സീറ്റിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചു. ആമ്പലിപ്പോൾ കൊച്ചിയിലേക്കുള്ള ബസ്സിലാണ്. പാപം, വലിയൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വരുന്നത്. ഭദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് റോയൽ പാലസ് ഹോട്ടലിലെ 404 നമ്പർ സ്യൂട്ട് റൂമിലെത്തും. അവൻ റൂമിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ആമ്പലിനെ അവിടെ എത്തിക്കും. അഭിരാം പൊട്ടിച്ചിരിച്ചു. ഗ്രേറ്റ് ബദ്രിനാഥ്, നീ ഇന്ന് കൊച്ചിയിൽ വരുന്നത് നിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിക്കാനാണ്. നിന്റെ ആത്മാഭിമാനവും അന്തസ്സും ഇന്ന് രാത്രിയോടെ ഞാൻ റോഡിലിടും. അഭിരാം തൻ്റെ കയ്യിലിരുന്ന സിഗരറ്റ് ബദ്രിയുടെ ചിത്രത്തിന് നേരെ കുത്തിക്കെടുത്തി. കൊച്ചിയിലേക്കുള്ള യാത്ര. ഉച്ചസമയം. വെയിൽ കനത്തു തുടങ്ങിയിരുന്നു. ബദ്രിനാഥിൻ്റെ കറുത്ത റേഞ്ചർ റോവർ കാർ കൊച്ചി നഗരത്തിലെ ട്രാക്കിലൂടെ കുതിച്ചു പാഞ്ഞു. പിൻസീറ്റിലിരുന്ന് ലാപ്ടോപ്പിൽ ഫയലുകൾ പരിശോധിക്കുകയാണ് ബദ്രി. അതേസമയം നഗരത്തിലെ KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു പഴയ ബസ്സിൽ നിന്ന് ആമ്പിലിറങ്ങി. വിയർത്തുലങ്ങിയ മുഖവും കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫയലുമായി അവൾ ചുറ്റും നോക്കി. നഗരത്തിൻ്റെ വലിപ്പവും തിരക്കും അവളെ അല്പം ഭയപ്പെടുത്തി. അവൾ ഫോണെടുത്ത് നേഹയെ വിളിച്ചു. നേഹ, ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. ആമ്പലേ, നീ ഒട്ടും സമയം കളയാതെ ഒരു ഓട്ടോ പിടിച്ച് നേരെ റോയൽ പാലസ് ഹോട്ടലിലേക്ക് വാ. ഞാൻ അവിടെ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. നേഹയുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേകതരം ധൃതിയുണ്ടായിരുന്നു. ശരി നേഹ, ഞാൻ ദാ വരുന്നു. ആമ്പൽ ഒട്ടും സംശയിക്കാതെ ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറി. വിധിയുടെ നിയോഗം പോലെ ആമ്പൽ സഞ്ചരിച്ച ഓട്ടോറിക്ഷയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെയായിരുന്നു ബദ്രിനാഥിൻ്റെ ആഡംബര കാറും ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നത്. തങ്ങളുടെ ജീവിതം തകിടം മറിക്കാൻ പോകുന്ന ആ കെണിയിലേക്ക് രണ്ടുപേരും ഒരേ സമയം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. റോയൽ പാലസ് ഹോട്ടൽ ലോബി. ഉച്ചയ്ക്ക് 1:45. നഗരത്തിലെ ഏറ്റവും ആഡംബരമേറിയ റോയൽ പാലസ് ഹോട്ടലിൻ്റെ ഗ്ലാസ് വാതിലുകൾ കടന്ന് ആമ്പൽ അകത്തേക്ക് നടന്നു. തിളങ്ങുന്ന മാർബിൾ തറയും മുകളിൽ തൂങ്ങിക്കിടക്കുന്ന കൂറ്റൻ ക്രിസ്റ്റൽ വിളക്കുകളും അവളെ അത്ഭുതപ്പെടുത്തി. അവളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ മുറുകെ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ഭയവും പരിഭ്രമവും അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ലോബിയുടെ ഒരറ്റത്തുള്ള കഫേയിൽ സ്റ്റൈലിഷായ ഗൗൺ ധരിച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ച് നേഹ ഇരിക്കുന്നുണ്ടായിരുന്നു. ആമ്പലിനെ കണ്ടതും അവൾ എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിച്ചു. ആമ്പലേ, നീ എത്തിയോ? വാ ഇരിക്ക്. നേഹ അവളെ ഒരു സോഫയിലേക്ക് ഇരുത്തി. എടി നേഹ, ഇത്രയും വലിയ ഹോട്ടലാണോ? എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. ഇൻ്റർവ്യൂ ബോർഡൊക്കെ എവിടെയാണ്? ആമ്പൽ ചുറ്റും നോക്കി ചോദിച്ചു. നീ ഒന്ന് ശാന്തയാകൂ.
ആമ്പൽ, ഞാൻ പറഞ്ഞില്ലേ, കമ്പനിയുടെ വലിയൊരു ബിസിനസ് മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. CEO മുകളിലെ VIP സ്യൂട്ടിലാണുള്ളത്. അങ്ങേരുടെ പേഴ്സണൽ റൂമിൽ വെച്ചാണ് ഇന്റർവ്യൂ. ദാ, നീ ജ്യൂസ് കുടിച്ച് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്ക്. നേഹ മേശപ്പുറത്തിരുന്ന മാംഗോ ജ്യൂസ് ഗ്ലാസ് ആമ്പലിന് നേരെ നീട്ടി. തൻ്റെ ഉറ്റ സുഹൃത്ത് തനിക്കായി കരുതി വെച്ച മരണക്കെണിയാണ് ആ ഗ്ലാസ്സിലെന്ന് ആ പാവ അറിഞ്ഞില്ല. ദാഹിച്ചിരുന്ന ആമ്പൽ ആ ജ്യൂസ് മുഴുവൻ കുടിച്ചു തീർത്തു. നേഹയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹോട്ടലിൻ്റെ കവാടം. ഉച്ചയ്ക്ക് 2 മണി. പെട്ടെന്നാണ് ഹോട്ടലിൻ്റെ പോർച്ചിലേക്ക് ബദ്രിനാഥിൻ്റെ കറുത്ത റേഞ്ചർ റോവർ വന്ന് നിന്നത്. സെക്യൂരിറ്റി ജീവനക്കാർ ഓടി വന്ന് വാതിൽ തുറന്നു. കറുത്ത സ്യൂട്ടും ബാൻഡഡ് വാച്ചും ധരിച്ച് ഗാംഭീര്യത്തോടെ ബദ്രിനാഥ് കാറിൽ നിന്നിറങ്ങി. അവൻ്റെ പിന്നാലെ ബോഡി ഗാർഡുകളും അസിസ്റ്റന്റുമാരും ഫയലുകളുമായി നടന്നു. ഹോട്ടൽ മാനേജർ നേരിട്ട് വന്ന് അവനെ സ്വീകരിച്ചു. വെൽക്കം സാർ, നിങ്ങളുടെ മീറ്റിങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കോൺഫറൻസ് ഹാളിൽ റെഡിയാണ്. സാറ് ബുക്ക് ചെയ്ത 404 നമ്പർ റൂമിൻ്റെ കീ ഇതാ. മാനേജർ കാർഡ് കീ ബദ്രിക്ക് കൈമാറി. ബദ്രിനാഥ് തൻ്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, നീ ഫയലുകളൊക്കെയായി കോൺഫറൻസ് ഹാളിലേക്ക് പൊയ്ക്കോളൂ. ഞാൻ 5 മിനിറ്റ് റൂമിൽ പോയി ഒന്നും ഫ്രഷ് ആയിട്ട് വരാം. അവൻ ലിഫ്റ്റിലേക്ക് നടന്നു. ഇതേ സമയം താഴെ ലോബിയിൽ നേഹയുടെ തോളിലേക്ക് ആമ്പലിൻ്റെ തല പതുക്കെ ചരിഞ്ഞു വീഴുകയായിരുന്നു. മയക്കുമരുന്ന് അതിൻ്റെ വീര്യം കാണിച്ചു തുടങ്ങിയിരുന്നു. ആമ്പലിൻ്റെ കൺപോളകൾ അടങ്ങിപ്പോയി. 404 നമ്പർ സ്യൂട്ട് റൂം. ഉച്ചയ്ക്ക് 2:10. ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ അർത്ഥബോധാവസ്ഥയിലായ ആമ്പലിനെ താങ്ങി പിടിച്ച് നേഹ ലിഫ്റ്റ് വഴി 4ാം നിലയിലെത്തിച്ചു. അഭിറാം നേരത്തെ തന്നെ ഹോട്ടലിലെ ഒരു ജീവനക്കാരനെ വിലക്കെടുത്ത് 404 നമ്പർ റൂമിൻ്റെ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ നേഹയ്ക്ക് എത്തിച്ചു കൊടുത്തു. നേഹ ആ കീ ഉപയോഗിച്ച് റൂം തുറന്ന് ആമ്പലിനെ അവിടുത്തെ ആഡംബര കട്ടിലേക്ക് കിടത്തി. ആമ്പലിൻ്റെ കയ്യിലെ ഫയൽ അവൾ നിലത്തേക്ക് എറിഞ്ഞു. അപ്പോഴാണ് താഴെ നിന്നും ബദ്രിനാഥ് ലിഫ്റ്റ് കയറി മുകളിലേക്ക് വരുന്നതിൻ്റെ ശബ്ദം കേട്ടത്. നേഹ ഒട്ടും സമയം കളയാതെ റൂമിൻ്റെ സൈഡ് ഡോർ വഴി പുറത്തു കടന്ന് കോറിഡോറിലേക്ക് മാറി നിന്നു. അവൾ ഫോണെടുത്ത് അഭിറാമിനെ വിളിച്ചു. അഭിറാം, ഇര വലയിൽ വീണു കഴിഞ്ഞു. ആമ്പൽ റൂമിലുണ്ട്. ബദ്രിനാഥ് റൂമിലേക്ക് കയറാൻ പോകുന്നു. അപ്പുറത്ത് നിന്ന് അഭിറാം അട്ടഹസിച്ചു. പെർഫെക്റ്റ് നേഹ, ഇനി നമ്മുടെ അവസാനത്തെ കളി. ക്യാമറാമാന്മാരും മീഡിയ സംഘവും അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രിയോടെ ബദ്രിനാഥ് ബിസിനസ് ലോകത്തു നിന്ന് ഔട്ട്. ബദ്രിനാഥ് 404 നമ്പർ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ദീർഘദൂര യാത്രയുടെ ക്ഷീണം കാരണം അവൻ കോട്ടും ടൈയും അഴിച്ച് കസേരയിലേക്കിട്ടു. മേശപ്പുറത്തിരുന്ന വാട്ടർ ജഗ്ഗിൽ നിന്ന് അവൻ ഒരു ഗ്ലാസ് വെള്ളം പകർന്നു കുടിച്ചു. അഭിറാമിൻ്റെ ആൾക്കാർ നേരത്തെ തന്നെ ആ വെള്ളത്തിലും നേരിയ തോതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിച്ചു തീർത്തതും ബദ്രയ്ക്ക് തലച്ചോറിലേക്കൊരു ഭാരം കയറുന്നത് പോലെ തോന്നി. അവൻ കണ്ണുകൾ തിരുമ്മി മുന്നോട്ട് നോക്കി. മങ്ങിയ കാഴ്ചയിൽ കട്ടിലിൽ ആരോ കിടക്കുന്നത് അവൻ കണ്ടു. ആരാണവിടെ? ബദ്രിനാഥ് കനത്ത ശബ്ദത്തിൽ ചോദിച്ചുകൊണ്ട് കട്ടിലിനടുത്തേക്ക് നീങ്ങി. പക്ഷേ മയക്കുമരുന്നിൻ്റെ സ്വാധീനം കാരണം അവൻ്റെ കാലുകൾ ഇടറി. അവൻ ആമ്പലിൻ്റെ വശത്തേക്ക് ചരിഞ്ഞ് കട്ടിലിലേക്ക് വീണു. രണ്ടുപേരും പൂർണ്ണമായും അബോധാവസ്ഥയിലായി. തൊട്ടടുത്ത നിമിഷം റൂമിൻ്റെ വാതിൽ ചവിട്ടി തുറക്കപ്പെട്ടു. ഫ്ലാഷ് ലൈറ്റുകളുടെ വെളിച്ചവും ക്യാമറകളുടെ ശബ്ദവും കൊണ്ട് ആ ആഡംബര മുറി പെട്ടെന്നൊരു യുദ്ധക്കളമായി മാറി. പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ആമ്പൽ നേരെ ഓടിയെത്തിയത് അച്ഛനെ പ്രവേശിപ്പിച്ചിരുന്ന നഗരത്തിലെ ജനറൽ ആശുപത്രിയിലേക്കാണ്. അവിടുത്തെ ICU വാർഡിന് മുന്നിൽ കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു അമ്മ സാവിത്രിയും അനിയൻ അപ്പുവും. തൻ്റെ കീറിയ ചുരിദാറും അഴിഞ്ഞുലങ്ങിയ മുടിയുമായി ഓടി വന്ന ആമ്പൽ അച്ഛനെ നോക്കാനായി ICUവിൻ്റെ ഗ്ലാസ് വാതിലിലൂടെ അകത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളെ കണ്ടതും അപ്പു ഓടി വന്ന് അവളുടെ കൈക്ക് പിടിച്ച് ദൂരേക്ക് തള്ളി മാറ്റി. ഇങ്ങോട്ട് വരരുത് നീ. നിനക്ക് ഇനിയും അച്ഛനെ കണ്ടിട്ട് കൊതി തീർന്നില്ലേ? നിന്റെ വാർത്ത അറിഞ്ഞാണ് അച്ഛൻ ഇവിടെ ജീവനും മരണത്തിനുമിടയിൽ കിടക്കുന്നത്. അപ്പുവിൻ്റെ കണ്ണുകളിൽ അത്രമേൽ ദേഷ്യമുണ്ടായിരുന്നു. ആമ്പൽ അമ്മയുടെ കാൽക്കൽ വീണു കരഞ്ഞു. അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. എന്നെ നേഹ ചതിച്ചതാണമ്മേ. എന്നാൽ സാവിത്രി അവളുടെ കൈകൾ തട്ടിമാറ്റി. കരച്ചിലൂടെ മുഖം തിരിച്ചു. പെറ്റ വയറ്റിനെ ഇങ്ങനെ ചതിച്ചല്ലോ മോളെ. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾക്കിനി തലയുയർത്തി ജീവിക്കാൻ പറ്റില്ല. മരിച്ചു പോയിന്ന് കരുതിക്കോളാം. നീ ഇവിടുന്ന് പോയി തരുമോ? സ്വന്തം അമ്മയുടെയും അനിയൻ്റെയും ആ വാക്കുകൾ ആമ്പലിൻ്റെ ഹൃദയം തകർത്തു കളഞ്ഞു. താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും ലോകത്ത് ആരുമില്ലെന്ന തിരിച്ചറിവിൽ അവൾ അവിടെ നിന്ന് ഓടി പുറത്തേക്ക് പോയി. കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴവെള്ളത്തോടൊപ്പം ആമ്പലിൻ്റെ കണ്ണീരും ഒലിച്ചിറങ്ങി. ജീവിതം പൂർണ്ണമായും അവസാനിച്ചു എന്ന് ഉറപ്പിച്ച അവൾ നഗരപ്രാന്തത്തിലെ വിജനമായ റെയിൽവേ പാലത്തിന് മുകളിൽ വന്നു നിന്നു. താഴെ ആർത്തുലങ്ങി ഒഴുകുന്ന പുഴയിലേക്ക് നോക്കി അവൾ കണ്ണുകൾ പൂട്ടി. ചാടാനൊരുങ്ങി. എന്നാൽ പെട്ടെന്ന് ഒരു വലിയ കൈവന്ന് അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. ആ ശക്തിയിൽ അവൾ പിന്നിലേക്ക് വലിച്ചെറിയപ്പെട്ടു.
ഞെട്ടിപ്പിടങ്ങി നോക്കി അവൾ കണ്ടത് കണ്ണുകളിൽ കനലുമായി നിൽക്കുന്ന ബദ്രിനാഥിനെയായിരുന്നു. ബദ്രിനാഥ് അവളെ ദേഷ്യത്തോടെ നോക്കി. അവൻ വിചാരിക്കുന്നത് ആമ്പൽ അഭിറാമിൽ നിന്നും പണം വാങ്ങി തന്നെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ വന്ന ഒരു വേശ്യയാണെന്നാണ്. ചത്തുകളയാൻ അത്ര എളുപ്പമാണോടോ? ബദ്രിനാഥ് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. എൻ്റെ ബിസിനസ്സും അന്തസ്സും തകർത്ത് അഭിറാമിൻ്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ട് നീ ഇപ്പോൾ പുണ്യാളത്തിയാകാൻ പോവാ. നിനക്ക് ഞാൻ അത്ര എളുപ്പത്തിൽ മരണം തരില്ല. അവൾ കരഞ്ഞു പറഞ്ഞിട്ടും ബദ്രിനാഥ് കേൾക്കാൻ കൂട്ടാക്കാതെ അവളെ വലിച്ച് തൻ്റെ കാറിലേക്ക് കയറ്റി. ബദ്രിനാഥ് ആമ്പലിനെ കൂട്ടി തൻ്റെ വലിയ ബംഗ്ലാവിലേക്ക് എത്തി. മകൻ്റെ കൂടെ ഈ പെൺകുട്ടിയെ കണ്ടതും അമ്മ ജയലക്ഷ്മിയും അനിയത്തി അഞ്ജലിയും ഞെട്ടിപ്പോയി. ബദ്രി, ആരാണ് ഈ പെൺകുട്ടി? ചാനലുകളിൽ കണ്ട അമ്മ ചോദിച്ചു. ബദ്രിനാഥ് അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മേ, ചാനലുകാർ ഉണ്ടാക്കിയ നാണക്കേട് മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇവിടെ ഞാൻ കല്യാണം കഴിക്കാം. നമ്മൾ പ്രണയത്തിലായിരുന്നു എന്ന് ലോകം അറിയട്ടെ. എൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കാതിരിക്കാൻ ഇത് കൂടിയേ തീരൂ അമ്മേ. അമ്മ എനിക്ക് സമ്മതം തരണം. മകൻ്റെ ബിസിനസ്സും അന്തസ്സും ഓർത്ത് ജയലക്ഷ്മി ഒടുവിൽ വിതുമ്പലോടെ തലയാട്ടി. അന്നു രാത്രി തന്നെ വീടിൻ്റെ പൂജാമുറിയിൽ വെച്ച് അമ്മയെയും അനിയത്തിയെയും മാത്രം സാക്ഷിയാക്കി ബദ്രിനാഥ് ആമ്പലിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. ആമ്പൽ ഒരക്ഷരം മിണ്ടാതെ വിധിക്ക് കീഴടങ്ങി നിന്നു. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞയുടൻ ബദ്രിനാഥിൻ്റെ മുഖത്തെ ഭാവം മാറി. അവൻ കനത്ത ശബ്ദത്തിൽ ആമ്പലിനോട് പറഞ്ഞു, താലി കെട്ടിയെന്ന് കരുതി നീ ഈ വീടിൻ്റെ ഐശ്വര്യമാണെന്ന് വിചാരിക്കണ്ട. അഭിറാമിൻ്റെ കൂടെ ചേർന്ന് എന്നെ ചതിച്ചതിന് നീ ഇവിടെ കിടന്ന് അനുഭവിക്കണം. നാളെ മുതൽ ഈ വലിയ വീട് തുടച്ച് വൃത്തിയാക്കുന്നതും അലക്കുന്നതും പാചകം ചെയ്യുന്നതുമെല്ലാം നീ ഒറ്റയ്ക്കായിരിക്കും. ഈ വീട്ടിലെ ഒരു വേലക്കാരി മാത്രമായിരിക്കും നീ. അവൻ അവളെ അടുക്കളയോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലേക്ക് തള്ളി വാതിലടച്ചു. തറയിലിരുന്ന് ആമ്പൽ കരയുമ്പോൾ അവളുടെ മനസ്സിൽ തന്നെ ചതിച്ച നേഹയോടും അഭിറാമിനോടും തന്നെ മനസ്സിലാക്കാത്ത ബദ്രിനാഥിനോടും കടുത്ത പ്രതികാരം ജനിക്കുകയായിരുന്നു. അന്ന് നഗരത്തിൽ കനത്ത കാറ്റും മഴയുമുള്ള ഒരു രാത്രിയായിരുന്നു. തണുപ്പ്, അസഹനീയമായ അവസ്ഥ. വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് ആമ്പൽ അടുക്കളയോട് ചേർന്നുള്ള തൻ്റെ ചെറിയ മുറിയിൽ വെറും നിലത്ത് ഒരു പായ വിരിച്ച് കിടക്കുകയായിരുന്നു. തണുത്തു വിറച്ച് അവൾ നേർത്ത ഒരു തോർത്ത് മാത്രമാണ് പുതച്ചിരുന്നത്. പെട്ടെന്ന് മുറിയുടെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് ബദ്രിനാഥ് അകത്തേക്ക് കടന്നു വന്നു. അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അഭിറാം ഇന്ന് ബിസിനസ് മീറ്റിംഗിൽ ബദ്രിയെ പരസ്യമായി പരിഹസിച്ചതിൻ്റെ ദേഷ്യം മുഴുവൻ അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. എഴുന്നേൽക്കടി. ബദ്രിനാഥ് അവളുടെ കൈക്ക് പിടിച്ച് കട്ടിലിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ടു. ആ ആഘാതത്തിൽ ആമ്പലിൻ്റെ കൈമുട്ട് തറയിലിടിച്ച് പൊട്ടി ചോര പൊടിഞ്ഞു. ബദ്രിനാഥ് സാർ, എന്താണിത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വേദന കടിച്ചു പിടിച്ച് ആമ്പൽ ചോദിച്ചു. ബദ്രിനാഥ് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം തനിക്ക് നേരെ ഉയർത്തി. ഇന്ന് അഭിറാം എന്നെ നോക്കി ചിരിച്ചു. നിന്നെപ്പോലൊരു പെണ്ണിനെ വീട്ടിൽ നിർത്തിയ എന്നെ അവൻ പരിഹസിക്കുകയാണോ? പറയടോ, അവൻ നിനക്ക് എത്ര തന്നു? എന്നെ ചതിക്കാനും എൻ്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താനും അവൻ നിനക്ക് എന്ത് വിലയാണ് തന്നതെന്ന്? ആമ്പലിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒലിച്ചിറങ്ങി. അവൾ ആ ചോരയൊലിപ്പിക്കുന്ന കൈകൾ ബദ്രിയുടെ നെഞ്ചിലേക്ക് വെച്ചു. ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനെ പറയരുത്. ഞാൻ നിങ്ങളുടെ ഒരു രഹസ്യവും ചോർത്തിയിട്ടില്ല. എൻ്റെ അച്ഛൻ ഇപ്പോഴും ആശുപത്രിയിലാണ്. പണത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ആഡംബര മുറിയിലെ ഒരു സാധനമെങ്കിലും ഞാൻ തൊടുമായിരുന്നു. നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിക്കോ. പക്ഷേ എന്നെ ചതിച്ചു എന്ന് മാത്രം എന്നോട് പറയരുത്. ചതിയെത്തി എന്ന് മാത്രം എന്നെ വിളിക്കരുത്. അവളുടെ കണ്ണുകളിലെ ആ തീക്ഷ്ണതയും ആത്മാഭിമാനവും ബദ്രിയുടെ ഉള്ളിലേക്ക് ഒരു മിന്നൽ പോലെ തറച്ചു കയറി. അവൾ കരഞ്ഞുകൊണ്ട് തറയിലേക്ക് തളർന്നു വീണു. ദേഷ്യത്തോടെ ബദ്രി അവിടെ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും ആദ്യമായി അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുയർന്നു. അവളുടെ വാക്കുകൾ സത്യസന്ധമായി എനിക്ക് തോന്നുന്നു. അവൾക്ക് ഇങ്ങനെയൊരു ചതി ചെയ്യാൻ കഴിയുമോ? 1000 ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ആമ്പൽ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആമ്പൽ കുഴങ്ങി വീണത്. മറ്റ് സർവൻ്റ് ഉടൻ തന്നെ അവിടുത്തെ ജയലക്ഷ്മി അമ്മയെ വിവരമറിയിച്ചു. ഇതറിഞ്ഞ് ഓടി വന്ന അമ്മ അവളെ എടുത്ത് മുകളിലെ വലിയൊരു മുറിയിലെ കട്ടിലേക്ക് കിടത്തി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ ബദ്രിനാഥ് കാണുന്നത് പനിച്ചൂടിൽ അബോധാവസ്ഥയിൽ കിടന്ന് ആമ്പൽ കരയുന്നതാണ്. അച്ഛാ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അമ്മേ, എന്നെ വിശ്വസിക്കൂ. നേഹ എന്നെ ചതിച്ചതാണ്. അവൾ പിച്ചും പേയും പറയുകയായിരുന്നു. അമ്മ ജയലക്ഷ്മി ബദ്രിയുടെ അരികിലേക്ക് വന്നു. മോനെ, നീ ഒരു വലിയ തെറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൾ നിരപരാധിയാണ്. ഇവളുടെ മനസ്സ് അത്രയും ശുദ്ധമാണ്. ഈ വയ്യായികയിൽ അവൾ പറയുന്നത് അവളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണ്.
നീ ഇവളോട് ചെയ്യുന്നത് ക്രൂരതയാണ്. അമ്മ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. മുറിയിൽ ബദ്രിയും ആമ്പലും മാത്രമായി. ബദ്രി പതുക്കെ കട്ടിലിനടുത്തേക്ക് നടന്നു. പനി കൊണ്ട് തിളയ്ക്കുന്ന അവളുടെ നെറ്റിയിലേക്ക് അവൻ നോക്കി. അവളുടെ കയ്യിലെ ആ പൊട്ടിയ പാടുകളും ചോര കട്ടപിടിച്ച കൈമുട്ടും കണ്ടപ്പോൾ ആദ്യമായി അവൻ്റെ കഠിന ഹൃദയത്തിൽ ഒരു വേദന തോന്നി. അവനൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഒരു തുണി മുക്കി പതുക്കെ അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു. ഉറക്കത്തിൽ അവൾ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. ആ സ്പർശനം ബദ്രിയുടെ ഉള്ളിലെ വെറുപ്പിനെ അലിയിച്ചു കളയാൻ തുടങ്ങി. അറിയാതെ അവൻ്റെ മനസ്സിൽ അവളോട് ഒരു ഇഷ്ടവും കരുതലും വിരിഞ്ഞു തുടങ്ങുകയായിരുന്നു. അന്നു രാത്രി ബദ്രിനാഥ് തൻ്റെ പേഴ്സണൽ ഡിറ്റക്റ്റീവായ മാധവനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ബദ്രിയുടെ മുഖത്തിപ്പോൾ ആമ്പലിനോടുള്ള ദേഷ്യമായിരുന്നില്ല, മറിച്ച് സത്യം കണ്ടെത്താനുള്ള ആവേശമായിരുന്നു. മാധവൻ, എനിക്ക് ആമ്പലിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും പൂർണ്ണമായൊരു റിപ്പോർട്ട് വേണം. അവളുടെ ഗ്രാമം, അവളുടെ കോളേജ്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പ്രത്യേകിച്ച് അവളുടെ കൂട്ടുകാരിയായ നേഹ എന്ന് പറയുന്ന ആ പെൺകുട്ടി. അവളിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയണം. ബദ്രി കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. ശരി സാർ, ഞാൻ നാളെ തന്നെ അവളുടെ നാട്ടിലേക്ക് തിരിക്കാം, മാധവൻ ഉറപ്പ് നൽകി. ഡിറ്റക്റ്റീവ് പോയതിനു ശേഷം ബദ്രിനാഥ് ലാപ്ടോപ്പിൽ ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടും സൂക്ഷ്മമായി നോക്കി. മുൻപ് ദേഷ്യം കാരണം അവൻ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ അവൻ്റെ കണ്ണിൽപ്പെട്ടു. അബോധാവസ്ഥയിലായ ആമ്പലിനെ താങ്ങിപ്പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്ന നേഹയുടെ മുഖം. അവൾ ക്യാമറയിൽ പെടാതിരിക്കാൻ മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ബദ്രിനാഥ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ കൈകൾ ചുരുട്ടിപ്പിടിച്ചു. അപ്പോൾ ആമ്പൽ പറഞ്ഞത് സത്യമായിരുന്നു. അവൾ എന്നെ ചതിച്ചതല്ല, അവളെ ആരോ വലിയൊരു കെണിയിൽ പെടുത്തുകയായിരുന്നു. താൻ ഇത്രയും നാൾ ഒരു നിരപരാധിയെയാണ് പീഡിപ്പിച്ചത് എന്ന തിരിച്ചറിവ് ബദ്രിനാഥിനെ ഉലച്ചു കളഞ്ഞു. അവളെ ചതിച്ച അഭിറാമിനെയും നേഹയെയും തകർക്കാനും ആമ്പലിന് നഷ്ടപ്പെട്ട അന്തസ്സ് തിരിച്ചു നൽകാനും അവൻ ഉറപ്പിച്ചു. നാഥ് വില്ലയിലെ പൂമുഖം. സന്ധ്യാസമയം. ആമ്പൽ നിരപരാധിയാണെന്ന സത്യം തിരിച്ചറിഞ്ഞതു മുതൽ ബദ്രിനാഥിൻ്റെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം നീറിപ്പോകുകയായിരുന്നു. അവളോട് എങ്ങനെ സംസാരിക്കണം, തൻ്റെ തെറ്റിന് എങ്ങനെ മാപ്പ് ചോദിക്കണം എന്നറിയാതെ അവൻ്റെ ഉള്ളൊരുകി. സന്ധ്യ മയങ്ങിയ നേരം പൂമുഖത്തെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുകയായിരുന്നു ആമ്പൽ. പനി മാറിയെങ്കിലും അവളുടെ മുഖത്ത് പഴയ ആ ക്ഷീണമുണ്ട്. കസവ് സാരി ഉടുത്ത് മുടി പകുതി മടങ്ങിയിട്ട് വിളക്കിൻ്റെ തിരി നീട്ടി വെക്കുന്ന അവളെ മുകളിലെ ബാൽക്കണിയിൽ ഇരുന്ന് ബദ്രിനാഥ് ആരും കാണാതെ നോക്കി നിൽക്കുകയായിരുന്നു. പതിവായി ദേഷ്യം മാത്രം ജ്വലിക്കാറുള്ള അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ അത്രമേൽ ആർദ്രമായ പ്രണയവും നൊമ്പരവും ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ എന്ന ഭയത്താൽ അവൻ തൂണിന് പിന്നിലേക്ക് ഒളിച്ചു. എന്നാൽ ആമ്പൽ തിരിഞ്ഞു നടന്നപ്പോൾ കാറ്റിൽ അവളുടെ സാരിത്തുമ്പ് ഉമ്മറത്തെ ചെടിച്ചട്ടിയിൽ ഉടക്കി. അതുകണ്ട് ബദ്രി അറിയാതെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. പക്ഷേ അവൾ തൻ്റെ സാരി വേർപെടുത്തി അകത്തേക്ക് പോയപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. രാത്രിയിലെ അത്താഴത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആമ്പൽ. ദോശക്കല്ലിൽ നിന്ന് ചൂടുള്ള ദോശകൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അവളുടെ ശ്രദ്ധ എവിടെയോ ആയിരുന്നു. പെട്ടെന്നാണ് അടുക്കളയുടെ വാതിൽക്കൽ ഒരു നിഴൽ കണ്ടത്. തിരിഞ്ഞു നോക്കി ആമ്പൽ ഞെട്ടിപ്പോയി. ബദ്രിനാഥ് സൂട്ടൊക്കെ അഴിച്ച് കൈകൾ ചുരുട്ടി വെച്ച് ഒരു സാധാരണ ഷർട്ട് ധരിച്ച് വിറയ്ക്കുന്ന കൈകളോടെ അവിടെ നിൽക്കുന്നു. കയ്യിലൊരു ചെറിയ ആയുർവേദ മരുന്നിൻ്റെ കുപ്പിയുണ്ട്. എന്താ സാർ? അത് നിന്റെ കയ്യിലെ മുറിവിനെ പുരട്ടാൻ അമ്മ തന്നതാ, ബദ്രി കള്ളം പറഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ ടൗണിൽ പോയി പ്രത്യേകം വാങ്ങി വന്നതായിരുന്നു അത്. ഏയ് വേണ്ട സാർ, എൻ്റെ മുറിവൊക്കെ മാറിക്കോളും. നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടാതെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടാൽ മാത്രം മതി. ആമ്പൽ മുഖം തിരിച്ച് ദോശ തിരിച്ചിട്ടു. ബദ്രിനാഥ് പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു. അവൻ്റെ സാന്നിധ്യം അടുക്കളയിലെ അന്തരീക്ഷത്തെ പെട്ടെന്ന് നിശബ്ദമാക്കി. ആമ്പലിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ബദ്രി അവളുടെ കൈത്തണ്ടയിൽ പതുക്കെ പിടിച്ചു. പണ്ടത്തെ പോലെ ക്രൂരമായ പിടുത്തമായിരുന്നില്ല അത്, മറിച്ച് ഒരു പൂവിനെ തൊടുന്ന പോലെയുള്ള മനോഹരമായ സ്പർശനം. അവൻ മരുന്നിൻ്റെ അടപ്പ് തുറന്ന് അവളുടെ കൈമുട്ടിലെ ആ പൊട്ടിയ പാടിലേക്ക് പതുക്കെ പുരട്ടിക്കൊടുത്തു. ബദ്രിയുടെ വിരലുകൾ തൻ്റെ തൊലിപ്പുറത്ത് തൊട്ടതും ആമ്പലിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൾ വിറയ്ക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ബദ്രിയുടെ കണ്ണുകളിൽ പ്രണയവും അതോടൊപ്പം പശ്ചാത്താപത്തിൻ്റെ കണ്ണീരും തിളങ്ങുന്നത് അവൾ ആദ്യമായി കണ്ടു. രണ്ടുപേരും ഒരക്ഷരം മിണ്ടിയില്ലെങ്കിലും ആ നോട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൈമാറപ്പെടുന്നുണ്ടായിരുന്നു. രാത്രി 12 മണിയായിട്ടും ആമ്പലിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. അവൾ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോകാൻ മുറിക്ക് പുറത്തിറങ്ങി. ഹാളിലെ മഞ്ഞ വെളിച്ചത്തിൽ വലിയ സോഫയിൽ തലചായ്ച്ച് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു ബദ്രിനാഥ്. അവൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ജനലിലൂടെ വന്ന കാറ്റിൽ മേശപ്പുറത്തിരുന്ന ബിസിനസ് ഫയലുകൾ നിലത്തേക്ക് പറന്നു വീഴുന്നത് ആമ്പൽ കണ്ടു. അവൾ പതുക്കെ നടന്ന ആ ഫയലുകൾ ഓരോന്നായി നിലത്ത് നിന്നെടുത്തു.
ബദ്രിയെ ഉണർത്താതെ അവൾ ശ്വാസം പോലും അടക്കിപ്പിടിച്ചാണ് അത് ചെയ്തത്. ഫയലുകൾ മേശപ്പുറത്ത് വെച്ച് അവൾ തിരിച്ചു നടക്കാൻ ഒരുങ്ങിയതും സോഫയിൽ നിന്ന് വീഴാൻ പോയ ബദ്രിയുടെ വലിയ കമ്പിളിപ്പുതപ്പ് അവൾ ശ്രദ്ധിച്ചു. തണുപ്പ് കാരണം അവൻ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശത്രുവാണെങ്കിലും ഒരു മനുഷ്യനല്ലേ എന്നോർത്ത് ആമ്പൽ പതുക്കെ ആ പുതപ്പെടുത്ത് ബദ്രിയുടെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു കൊടുത്തു. അവൾ കുനിഞ്ഞ് പുതപ്പ് ശരിയാക്കുന്ന ആ നിമിഷം ബദ്രി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. പെട്ടെന്നുള്ള ആ അപ്രതീക്ഷിത നോട്ടത്തിൽ ആമ്പൽ ഭയന്ന് പിന്നോട്ട് മാറാനാഞ്ഞു. എന്നാൽ ബദ്രി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞിരുന്നു. ആ വലിപ്പിൽ അവൾ നേരെ വന്ന് വീണത് ബദ്രിയുടെ നെഞ്ചിലേക്കായിരുന്നു. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ അന്യോന്യം കേൾക്കാമായിരുന്നു. ആമ്പലിൻ്റെ അഴിഞ്ഞുകിടന്ന മുടിയിഴകൾ ബദ്രിയുടെ മുഖത്തേക്ക് വീണു. ബദ്രി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കൈകൾ പതുക്കെ അവളുടെ കവിളിൽ തൊട്ടു. ആമ്പൽ, എന്നോട് ക്ഷമിക്കാമോ നീ? ബദ്രിയുടെ ശബ്ദം ഇടറി. ആമ്പൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇത്രയും നാൾ തന്നോട് ക്രൂരത കാണിച്ച ആ കാട്ടാളനല്ല ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൽ അവൾ ഒരു നിമിഷം ഉരുകിപ്പോയെങ്കിലും പെട്ടെന്ന് തന്നെ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന അവൾ ബദ്രിയുടെ കൈകൾ തട്ടിമാറ്റി എഴുന്നേറ്റു. എന്നെ തൊട്ടു പോകരുത് സർ, നിങ്ങൾ കാട്ടുന്ന ഈ നാടകമൊന്നും എൻ്റെ മുന്നിൽ വില പോവില്ല. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി വാതിലടച്ചു. സോഫയിലിരുന്ന ബദ്രിനാഥ് നെടുവീർപ്പിട്ടു. അവളുടെ ദേഷ്യം ന്യായമാണെന്ന് അവനറിയാമായിരുന്നു. എന്നാൽ ഒന്നുറപ്പാണ്, അവളുടെ ഹൃദയത്തിലും തനിക്കായി ഒരു സ്ഥാനം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അവളെ ചതിച്ചവരെ ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ആമ്പലിൻ്റെ ഈ ദേഷ്യം മാറൂ എന്ന് ബദ്രി ഉറപ്പിച്ചു. അന്ന് വൈകുന്നേരം ഡിറ്റക്റ്റീവ് മാധവൻ ബദ്രിനാഥിൻ്റെ ഓഫീസിലെത്തി. നിർണായകമായ ആ തെളിവുകൾ കൈമാറി. ആമ്പൽ പൂർണ്ണമായും നിരപരാധിയാണെന്ന് 100% ഉറപ്പായ നിമിഷം ബദ്രിനാഥിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ നേരെ നാഥുവില്ലയിലെ അടുക്കള മുറിയിലേക്ക് പാഞ്ഞെത്തി. അവിടെ ഇരിക്കുകയായിരുന്ന ആമ്പലിൻ്റെ കൈകളിൽ പിടിച്ച് ബദ്രി കരങ്ങിപ്പോയി. എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി ആമ്പൽ. ആ നേഹയും അഭിരാമും ചേർന്ന് നിന്നെ കെണിപ്പെടുത്തുകയായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ആമ്പൽ ആശ്വാസത്തോടെ ബദ്രിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഇനി നീ ഈ ഇരുണ്ട മുറിയിൽ കഴിയേണ്ടവളല്ല. എൻ്റെ മുറിയിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണം. എല്ലാ നിയമങ്ങളോടും കൂടി നിന്റെ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ എനിക്ക് നിന്നെ വീണ്ടും വിവാഹം കഴിക്കണം. അതിന് നിന്റെ സമ്മതം എനിക്ക് വേണം. ബദ്രി പ്രണയത്തോടെ ചോദിച്ചപ്പോൾ ആമ്പൽ വിതുമ്പലോടെ തലയാട്ടി. കൊച്ചിയിലെ അതേ റോയൽ പാലസ് ഹോട്ടലിൽ അഭിരാമിൻ്റെ പുതിയ മൾട്ടി ക്രോർ ബിസിനസ് പ്രോജക്റ്റിൻ്റെ വലിയൊരു സക്സസ് പാർട്ടി നടക്കുകയായിരുന്നു. മാധ്യമങ്ങളും നഗരത്തിലെ പ്രമുഖരും അവിടെയുണ്ട്. സ്റ്റേജിൽ അഭിരാമും നേഹയും ഒന്നിച്ചു നിന്ന് കൈയടി വാങ്ങുന്നു. അഭിരാം മൈക്കിലൂടെ പ്രസംഗിച്ചു. എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ എൻ്റെ കമ്പനിയുടെ PR ഹെഡായ നേഹയുടെ വലിയൊരു പങ്കുണ്ട്. കഠിനാധ്വാനവും മാന്യതയുമാണ് ഞങ്ങളുടെ കൈമുതൽ. ഇത് കേട്ട് നേഹ സ്റ്റൈലായി നിന്ന് ചിരിച്ചു. എന്നാൽ പാർട്ടിയുടെ സൗണ്ട് സിസ്റ്റവും പ്രോജക്റ്റ് സ്ക്രീനും നിയന്ത്രിക്കുന്ന റൂമിൽ ബദ്രിനാഥിൻ്റെ ആളുകൾ നേരത്തെ തന്നെ കയറി പറ്റിയിരുന്നു. കളി തുടങ്ങാൻ ബദ്രിനാഥ് അവർക്ക് സിഗ്നൽ നൽകി. പെട്ടെന്ന് ഹാളിലെ ലൈറ്റുകൾ അണഞ്ഞു. വലിയ LED സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആയി. അത് കണ്ടതും നേഹയുടെയും അഭിരാമിൻ്റെയും മുഖത്തെ ചോരയൊലിപ്പും ചിരിയും ഒരുപോലെ അപ്രത്യക്ഷമായി. അത് ആ പാർട്ടിയുടെ തൊട്ടു മുമ്പ് ഹോട്ടലിലെ ഒരു VIP റൂമിൽ വെച്ച് അഭിരാമും നേഹയും തമ്മിൽ നടത്തിയ അതീവ രഹസ്യമായ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളായിരുന്നു. അവർ തമ്മിലുള്ള രഹസ്യബന്ധം ബദ്രിയുടെ ഡിറ്റക്റ്റീവ് ക്യാമറയിൽ പകർത്തിയതായിരുന്നു. വീഡിയോയിൽ അഭിരാം നേഹയെ ചേർത്തു പിടിച്ച് വൈൻ ഗ്ലാസ് ചുണ്ടോട് ചേർക്കുന്നു. സ്പീക്കറിലൂടെ അവരുടെ ശബ്ദം ഹാളിൽ മുഴങ്ങി. നേഹ, നീ ആ ആമ്പലിനെ ബദ്രിനാഥിൻ്റെ ബെഡിൽ കൊണ്ടിട്ടത് കൊണ്ട് മാത്രമാണ് അവൻ നാണം കെട്ടതും ഈ ബിസിനസ് ഡീൽ നമുക്ക് കിട്ടിയതും. നീ കാണിച്ച ആ ചതി കൊള്ളാം, അഭിരാം ചിരിച്ചുകൊണ്ട് പറയുന്നു. നേഹ അഭിരാമിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് മറുപടി നൽകി. പിന്നല്ലാതെ ആ പാവ ആമ്പൽ വിചാരിച്ചത് ഞാൻ അവൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ കൊച്ചിക്ക് വിളിച്ചതാണെന്നാണ്. അവളെ ഞാൻ മയക്കി ആ റൂമിൽ കിടത്തി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ ആ ആമ്പലിൻ്റെ ജീവിതം മാത്രമല്ല ആരെ വേണമെങ്കിലും തകർക്കും അഭിരാം. ഹാളിലിരുന്ന ബിസിനസ്സുകാരും മാധ്യമങ്ങളും ഞെട്ടിത്തരിച്ചുപോയി. ക്യാമറകൾ മുഴുവൻ നേഹയ്ക്കും അഭിരാമിനും നേരെ തിരിഞ്ഞു. തങ്ങളുടെ രഹസ്യബന്ധവും ചതിയും ലോകം മുഴുവൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായ നേഹ മുഖം പൊത്തി കരയാൻ തുടങ്ങി. അഭിരാം തല കുനിച്ചു നിന്നു. പെട്ടെന്ന് ഹാളിലെ വലിയ വാതിൽ തുറന്ന് കറുത്ത സ്യൂട്ടണിഞ്ഞ് മാസായി ബദ്രിനാഥ് അകത്തേക്ക് കടന്നു വന്നു. അവൻ്റെ കൈ കോർത്തു പിടിച്ച് മനോഹരമായ ഒരു പട്ടുസാരി എടുത്ത് സർവ്വ ഐശ്വര്യങ്ങളോടെയും ആമ്പലും ഉണ്ടായിരുന്നു. ബദ്രിനാഥ് സ്റ്റേജിലേക്ക് കയറി അഭിരാമിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി. മാന്യതയെക്കുറിച്ച് പ്രസംഗിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? സ്വന്തം രഹസ്യബന്ധം ഒളിപ്പിക്കാനും ബിസിനസ് നേട്ടത്തിനും വേണ്ടി തനിച്ചൊരു പെൺകുട്ടിയെ ചതിച്ച് സമൂഹത്തിനു മുന്നിൽ വേശ്യയായി ചിത്രീകരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ജയിച്ചെന്ന്.
ഇതാണ് എൻ്റെ ഭാര്യ ആമ്പൽ ബദ്രിനാഥ്. ഇവളുടെ മേൽ നിങ്ങൾ ചാർത്തിയ ആ പാപക്കറ ഞാൻ ഇന്ന് ഈ ലോകത്തിനു മുന്നിൽ കഴുകി കളഞ്ഞിരിക്കുന്നു. ആമ്പൽ തങ്ങളെ ചതിച്ച നേഹയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ഭയമില്ലായിരുന്നു, പകരം കത്തുന്ന പ്രതികാരമായിരുന്നു. ആമ്പൽ മുന്നോട്ട് വന്ന് നേഹയുടെ കവളത്തെ ശക്തമായി ഒരടി വെച്ചു കൊടുത്തു. ആമ്പലിനെ നാണം കെടുത്തിയ അതേ ഹോട്ടലിൽ വെച്ച് നേഹയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തല്ല്. അപ്പോഴേക്കും ബദ്ര വിളിച്ചതിനനുസരിച്ച് പോലീസ് സംഘം ഹാളിലേക്ക് കടന്നു വരികയും നേഹയെയും അഭിറാമിനെയും വഞ്ചനാകുറ്റത്തിന് പരസ്യമായി വിലങ്ങണിയിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് അവർക്ക് പോലീസ് വണ്ടിയിലേക്ക് കയറേണ്ടി വന്നു. അഭിറാമും നേഹയും പോലീസിന്റെ പിടിയിലായതിന് പിന്നാലെ ഹാളിൽ വലിയ നിശബ്ദത പടർന്നു. ആ സമയം പാർട്ടിയുടെ VIP നിരയിൽ ഇരുന്നിരുന്ന വിദേശ വ്യവസായിയും ആ അന്താരാഷ്ട്ര പ്രോജക്റ്റിന്റെ പ്രധാന ഇൻവെസ്റ്ററുമായ മിസ്റ്റർ ജോൺ വില്യംസ് എഴുന്നേറ്റ് നിന്നു. ചതിയിലൂടെയാണ് അഭിറാം തന്നിൽ നിന്ന് ഈ പ്രോജക്റ്റ് സ്വന്തമാക്കിയതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ബദ്രിനാഥ് സ്റ്റേജിൽ നിന്ന് ജോൺ വില്യംസിനെ നോക്കി ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങി. മിസ്റ്റർ ജോൺ, ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിൽ പണിതുയർത്തുന്ന ഒരു കമ്പനിക്ക് നിങ്ങളുടെ കോടികളുടെ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ബദ്രിനാഥ് ഗ്രൂപ്പ് എപ്പോഴും വിശ്വസ്തയ്ക്കാണ് മുൻഗണന നൽകുന്നത്. ബദ്രയുടെ അസിസ്റ്റന്റ് പെട്ടെന്ന് തന്നെ പുതിയ ബിസിനസ് പ്രപ്പോസൽ ഫയലുകൾ ജോണിന് കൈമാറി. ആമ്പലിനെതിരെയുള്ള കരിനിഴൽ മാറിയതോടെ ബദ്രിനാഥ് ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയിലെ മൂല്യം കുതിച്ചുയരുന്ന ലൈവ് ഗ്രാഫും സ്ക്രീനിൽ തെളിഞ്ഞു. ജോൺ വില്യംസ് പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് നടന്നു വന്നു. അദ്ദേഹം ബദ്രിനാഥിന് കൈ കൊടുത്തു. ഐ ആം സോറി ബദ്രിനാഥ്, വലിയൊരു തെറ്റിൽ നിന്നാണ് നിങ്ങൾ എന്നെ രക്ഷിച്ചത്. ഈ 500 കോടിയുടെ പ്രോജക്റ്റ് ഒപ്പിടാൻ ബദ്രി ഗ്രൂപ്പിനേക്കാൾ യോഗ്യത മറ്റാർക്കുമില്ല. ഹാളിൽ വലിയ കൈയടി ഉയർന്നു. ആമ്പലിനെ സാക്ഷിയാക്കി ബദ്രിനാഥ് ആ വലിയ ബിസിനസ് കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട കോടികളുടെ ബിസിനസ്സും അന്തസ്സും ബദ്രിനാഥ് മാസായി തിരിച്ചു പിടിച്ചു. അവിടെ ജനറൽ ആശുപത്രിയിലെ TV സ്ക്രീനിൽ ഈ വാർത്തകളെല്ലാം തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആമ്പലിൻ്റെ അമ്മ സാവിത്രിയും അനിയനപ്പവും. ICUവിൽ കിടന്നിരുന്ന മാധവൻ മാസ്റ്റർക്കും ബോധം തിരികെ വന്നിരുന്നു. തങ്ങൾ സ്വന്തം മകളെയാണല്ലോ തള്ളിപ്പറഞ്ഞത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നല്ലോ എന്നോർത്ത് സാവിത്രി നെഞ്ചുപൊട്ടി കരഞ്ഞു. അപ്പു തല താഴ്ത്തി നിന്നു. നമ്മുടെ മകൾ, അവൾ നിരപരാധിയായിരുന്നു സാവിത്രി. ആ വലിയ മനുഷ്യൻ അവളെ കാത്തു രക്ഷിച്ചു. നമുക്ക് അവളെ കാണണം, മാധവൻ മാസ്റ്റർ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വലിയൊരു കുറ്റബോധത്തോടെ അവർ നേരെ നാദ് വില്ല ബംഗ്ലാവ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ബദ്രിനാഥും ആമ്പലും ബംഗ്ലാവിൽ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ജയലക്ഷ്മി ആമ്പലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി സ്വീകരിച്ചു. ആ സമയം പൂമുഖത്തെ വരാന്തയിലേക്ക് ഭയത്തോടെയും വിഷമത്തോടെയും മാധവൻ മാസ്റ്ററും കുടുംബവും കടന്നു വന്നു. അച്ഛനെ കണ്ടതും ആമ്പൽ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മോളെ, അച്ഛനോട് ക്ഷമിക്കൂ, നിന്നെ വിശ്വസിക്കാൻ ഈ അച്ഛന് കഴിഞ്ഞില്ലല്ലോ. മാസ്റ്റർ അവളുടെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മയും അപ്പുവും ആമ്പലിന്റെ മുന്നിൽ തലകുനിച്ച് നിന്നു. എന്നാൽ ബദ്രിനാഥ് മുന്നോട്ട് വന്ന് മാധവൻ മാസ്റ്ററുടെ കൈകളിൽ പിടിച്ചു. മാസ്റ്റർ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ആമ്പലിന് തെറ്റിദ്ധരിച്ചവരിൽ ആദ്യത്തെയാൾ ഞാനാണ് അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകില്ല. ഇവളെൻ്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യമാണ്. ബദ്രിനാഥ് മാധവൻ മാസ്റ്ററുടെ മുന്നിൽ കൈകൾ കൂപ്പി വിനയത്തോടെ പറഞ്ഞു. നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാ ആചാരങ്ങളോടുകൂടി എനിക്കവളെ ഒരിക്കൽ കൂടി എൻ്റെ ഭാര്യയായി സ്വീകരിക്കണം. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം. ബദ്രയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആമ്പലിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ ഇത്തവണ അത് സങ്കടം കൊണ്ടായിരുന്നില്ല, സന്തോഷം കൊണ്ടായിരുന്നു. തന്നെ ഒരു വേലക്കാരിയെ പോലെ പീഡിപ്പിച്ച ആ കഠിനഹൃദയൻ ഇന്ന് തനിക്കായി ലോകത്തെ മുഴുവൻ ജയിച്ചു വന്നിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം നാദുവില്ല ബംഗ്ലാവ് മുഴുവൻ മനോഹരമായ വെളുത്ത റോസാപ്പൂക്കളാലും നഗരവിളക്കുകളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. പൂമുഖത്ത് വലിയൊരു പന്തൽ ഉയർന്നിട്ടുണ്ട്. നാദസ്വരത്തിൻ്റെ മംഗളധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. ബിസിനസ് രംഗത്തെ പ്രമുഖരും നാട്ടുകാരും മാധ്യമപ്രവർത്തകരുമെല്ലാം ആ വലിയ പുനർവിവാഹത്തിന് സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആമ്പലിനെ ചാനലുകളിലൂടെ അപമാനിച്ച അതേ മാധ്യമങ്ങൾ ഇന്ന് അവളുടെ ആത്മാഭിമാനത്തെയും നിരപരാധിത്വത്തെയും പുകഴ്ത്തിക്കൊണ്ട് ലൈവ് റിപ്പോർട്ടുകൾ ചെയ്യുകയായിരുന്നു. മുറിയിൽ കസവ് തട്ടവും സർവാഭരണഭൂഷിതയുമായ ആമ്പൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അവളുടെ മുഖത്ത് ഒരു വധുവിൻ്റെ എല്ലാ നാണവും ഒപ്പം ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചതിൻ്റെ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അനിയൻ അപ്പോൾ ഓടി വന്ന് അവളുടെ കയ്യിൽ ഒരു റോസാപ്പൂ കൊടുത്തു. ചേച്ചി, നീ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ വധുവാണ്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു.
മാധവൻ മാസ്റ്ററുടെയും സാവിത്രിയുടെയും കൈകൾ പിടിച്ച് ആമ്പൽ പതുക്കെ മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. അവിടെ കസവുമുണ്ടും നേരിയതും ധരിച്ച് പ്രൗഢയോടെ നിൽക്കുകയായിരുന്നു ബദ്രിനാഥ്. ആമ്പൽ മണ്ഡപത്തിലേക്ക് കയറിയതും ബദ്രിയുടെ കണ്ണുകൾ അവളിൽ തന്നെ തറങ്ങി നിന്നു. അവളോട് ചെയ്ത ക്രൂരതകളെല്ലാം പകരമായി തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രണയവും കരുതലുമായി കൂടെയുണ്ടാകുമെന്നൊരു ഉറപ്പ് അവൻ്റെ നോട്ടത്തിലുണ്ടായിരുന്നു. ശുഭമുഹൂർത്തത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ ബദ്രിനാഥ് ആമ്പലിൻ്റെ കഴുത്തിൽ ഒരിക്കൽ കൂടി താലി ചാർത്തി. അവളുടെ സീമന്തരേഖയിൽ അവൻ സിന്ദൂരം ചാർത്തുമ്പോൾ പന്തലിൽ വലിയ കൈയടി ഉയർന്നു. മാധവൻ മാസ്റ്ററുടെ ബദ്രിയുടെ കൈകൾ പിടിച്ച് ആമ്പലിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. എൻ്റെ മകളെ ഇനി നിന്നെ ഏൽപ്പിക്കുകയാണ് മോനെ. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഇവൾക്ക് ഒരു സങ്കടവും ഉണ്ടാകില്ല അച്ഛാ, ബദ്രി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ന് അവരുടെ ആദ്യ രാത്രിയാണ്. ബദ്രിനാഥിൻ്റെ ആഡംബരമുറി മുഴുവൻ മുല്ലപ്പൂക്കളാൽ അലങ്കരിച്ചിരുന്നു. ആമ്പൽ പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് കടന്നു വന്നു. പണ്ട് ഇതേ മുറിയിൽ പേടിയോടെയും കണ്ണീരോടെയും വന്നിരുന്ന താൻ ഇന്ന് ഈ മുറിയുടെയും ബദ്രിയുടെയും ഹൃദയത്തിൽ രാജ്ഞിയായി വന്നിരിക്കുന്നു എന്നോർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ബദ്രിനാഥ് ജനലരികിൽ നിന്ന് പുറത്തെ മയങ്ങിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആമ്പൽ വന്ന് മേശപ്പുറത്ത് പാൽ ഗ്ലാസ് വെച്ചു. ബദ്രി പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ വലിയ കൈക്കുള്ളിലാക്കി. ആമ്പൽ, ഇത്രയും നാൾ ഞാൻ തന്ന വേദനകളെല്ലാം നീ ഒരു സ്വപ്നം പോലെ മറക്കണം. നിന്റെ ഈ കൈകളിൽ വേലക്കാരിയുടെ തഴമ്പല്ല, എൻ്റെ ഭാര്യയുടെ അധികാരമാണ് ഇനി ഉണ്ടാകേണ്ടത്. ബദ്രി പ്രണയത്തോടെ അവളുടെ കവളിൽ തലോടി. ആമ്പൽ ബദ്രിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആ വേദനകളില്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഈ കരുതലും പ്രണയവും തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു ബദ്രി സാർ. സാറെന്നോ? ബദ്രി പതുക്കെ അവളുടെ താടിക്ക് പിടിച്ച് മുഖമുയർത്തി പുഞ്ചിരിയോടെ കണ്ണുകളിലേക്ക് നോക്കി. ബദ്രിയേട്ടാ. അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ബദ്രി അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. ജനലിലൂടെ വന്ന തണുത്ത കാറ്റിൽ മുല്ലപ്പൂക്കൾ അവരിലേക്ക് അടർന്നു വീണു. എല്ലാ പ്രതിസന്ധികളെയും ചതിക്കുഴികളെയും തകർത്തെറിഞ്ഞ് ആമ്പൽ ബദ്രിയുടെ നെഞ്ചിൽ പ്രണയത്തിൻ്റെ പുതിയൊരു വസന്തമായി വിരിഞ്ഞു നിന്നു. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.